ശനിയാഴ്ച രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് ഓട്സ് കാച്ചാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏട്ടനും മോക്കും മാത്രം മതി, രാവിലെ കുറച്ച് ഓട്സ് അവർ കുടിക്കും. അങ്ങനെ അതൊന്ന് കാച്ചി ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മധുരവും ഇച്ചിരി പാലൊക്കെ ചേർത്തെടുക്കുവേ. പിന്നെ കഴുകി വെച്ച പാത്രമൊക്കെ ഞാൻ പറക്കി വെച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് പറക്കി വെച്ച് എന്നിട്ട് അടുത്ത സെറ്റിന് കഴുകി വെക്കണം. അപ്പോൾ രാവിലത്തെ കാപ്പിക്കായിട്ട് ഞാൻ കുറച്ച് മട്ടേരി എടുത്ത് തലേന്ന് വെള്ളത്തിൽ കൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കഴുകിയൊക്കെ കൂത്ത് വെച്ച് പുട്ടിനായിട്ടേ ഇനി ഇതൊന്ന് വെള്ളമൊക്കെ തോത്തി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഒന്നുകൂടെ കഴുകിയപ്പോൾ നല്ല കളർ വ്യത്യാസം പോലെ തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ 3-4 വെള്ളത്തിലൂടെ ഒക്കെ കഴുകി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് തോരാനങ്ങ് വെച്ചു കേട്ടോ. ഇനി തോന്നിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് ആവി കയറ്റി പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ട്, നമ്മുടെ പച്ചരിയുള്ള പുട്ടിനെക്കാട്ടി ഇച്ചിരി കൂടെ ടേസ്റ്റാണ് ഈ മട്ടേരി വെച്ചുണ്ടാക്കും. കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സമയമുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കറി ഒന്നുമില്ല, പഴം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് കഴുകി തോത്തി വെച്ചിട്ട് ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി കേട്ടോ. അന്നേരം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, തുണി കഴുകാമെന്നൊക്കെ വിചാരിച്ച് പുറത്തോട്ടിറങ്ങി. അങ്ങനെ നല്ല കാറ്റും വെയിലും ഒക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടോ, നല്ല വെയിലാണ് അടിക്കുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങ് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തുണിയൊക്കെ കഴുകാൻ എന്നിട്ട് അതങ്ങ് പൊടിച്ച് പുട്ടാക്കാമെന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എവിടെ പോയെന്ന് ഞാൻ കണ്ടില്ല. പിന്നെ മോൻ്റെ ബഹളവും അതിൻ്റെ ഇടയ്ക്ക് ഇതോടൊക്കെ ആകുമ്പം എങ്ങനെയോ മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഉപ്പ് ചേർത്ത് അതൊന്ന് ആവിയേറ്റി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ച് അപ്പോഴത്തേക്കും മീൻകാരൻ ചേട്ടൻ കുറച്ച് അയില കൊണ്ടുവന്നായിരുന്നു. ഇന്ന് വെച്ച് തോനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഇതൊക്കെ കറിയൊക്കെ വെക്കണം കേട്ടോ. ഓക്കെ.